സാറേ, ആ കാറിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് സാറേ. അതിന് നമുക്ക് ഗുണമുള്ള കേസാ. ഈ ജോർജ് കുട്ടി കേസൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത്? ഈ തട്ടലും മുട്ടലും വണ്ടി കേസൊക്കെ ഞാൻ തന്നെ അങ്ങ് ഡീൽ ചെയ്യും. വലിയ ഡീലൊക്കെ രഘുനാഥ് സാറും ഉത്തമനും രാജീവ് സാറൊക്കെ ചെയ്യാറ്. അവരൊരു കോക്കസാ സാറേ. കോക്കസ് എന്ന് പറയുമ്പോൾ ഈ കൈക്കൂലി കേസ് മാത്രമേ ഉള്ളൂ? ചില്ലറ കൊട്ടേഷനൊക്കെ എടുക്കും സാറേ. കൊട്ടേഷനോ? ആ, സ്റ്റേഷനിൽ പലരെയും കൊണ്ടുവന്ന് ഇടിക്കാറുണ്ട്, ഉരുട്ടാറുണ്ട്. ആ കാർ ഓണറെ കയ്യൊന്ന് വല്ലതും തടയോടോ? അതിന് തിരുപ്പണി എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചൂടാവുന്ന ആളാണെങ്കിൽ വിധിയാണ് അപ്പയ്യൻ്റെ. തനിക്കും ഭാര്യയൊക്കെ ഉള്ളതല്ലേ? ഈ സംശയരോഗം വെച്ചിട്ടാണോ താൻ ഈ കേക്ക് വാങ്ങി വീട്ടിൽ പോകുന്നത്? വല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ നോക്ക്. എന്തിന് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് വെറുതെ ഞാൻ എൻ്റെ ശരീരം കേടാക്കണം? മാഡം, ഞാൻ CCTV വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങിയാൽ GPS ഉണ്ട്. അവളുടെ കളി എൻ്റെ അടുത്താ. GPS-ഓ? ആ. എവിടെ? കാറിലോ? ആ കാറിലല്ലാണ്ട് പിന്നെ എവിടെ? ഏത് കാറില്? എല്ലാ കാറിലും ഉണ്ട്. അവൾ ഏത് കാറിലാണ് പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ റെന്റിന് കൊടുത്ത ഈ ബ്രൗൺ കാറിലുണ്ടോ GPS? ആ, അതിലുണ്ട്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോ? ആ, എനിക്ക് എൻ്റെ മൊബൈൽ നോക്കാലോ. താൻ എന്തൊരു ഫോൺ എടുക്കണോ? മണ്ടനാ, ബുദ്ധിയുള്ളതുകൊണ്ടല്ലോ എങ്ങനെയൊക്കെ ഫോണിങ്. ഇത് ഇത്ര നേരം കയ്യിൽ വെച്ചിട്ടാണോ താൻ ഈ കോപ്പിലെ കളി കളിച്ചത്? സാറേ, ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. അവർ സഞ്ചരിക്കുന്ന കാറ് നമുക്കിപ്പോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ, നന്നായി. അത് വേഗം ആരോഗ്യത്തിന് അയച്ചു കൊടുക്കും. ശരി സാർ. ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ലേ? സാർ, അയാൾ ഒരു മണ്ടൻ. ഇപ്പോഴാ പറയുന്നേ. അയാൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഇപ്പൊ അയക്കാം സാർ. ഞാൻ ആ കോളനി ശങ്കരനെ പൂട്ടാനുള്ള കൊട്ടേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഉത്തമനിൻ്റെ ഒന്നും അതിന് എൻ്റെ കൂടെ നിൽക്കോടോ. എനിക്കൊരു ഗണ്ണ് വേണം. നോക്കി നിൽക്കാതെ ഗണ്ണെടുത്തോണ്ട് ഓടോ. സാറേ, സ്ട്രൈറ്റ് തന്നെയല്ലേ പോണ്ടേ? ഇവിടെ ഗൂഗിൾ മാപ്പ് ഞാനല്ല, ഇതാണ്. ശരി സാർ. ഓരോരുത്തന്മാർ കാക്കിയിട്ട് എൻ്റെ അതിൻ്റെ തൊട്ടേക്കാണ് കയറാൻ വരുന്നത്. സാർ, ആ ഉത്തമ, ഞാൻ CA സാറ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. താൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഇങ്ങ് വാ. പുള്ളിക്ക് എന്തോ കൃത്യമായ പ്ലാനുണ്ട്.
നമ്മളങ്ങ് നിന്നു കൊടുത്താൽ മതിയടോ. താൻ വേം വാ. ആർമുക, ആ കോളനിക്കാരൻ വന്നപ്പം തൻ്റെ പണി കുറച്ച് കുറഞ്ഞല്ലേ? ചില ആളുകളെ കാണുമ്പോൾ മാത്രം സാർക്ക് തോന്നുന്ന ചീഞ്ഞ വിചാരം ഉണ്ടല്ലോ, അത് മാറാതെ അവിടെ ഒന്നും നേരാവാൻ പോണില്ല. എടോ, താനൊക്കെ വാ തുറക്കാറുമ്പോൾ ഞാൻ പറയാം കേട്ടോ. പോടോ പോടോ.